ഇഫക്ട്സ് ഓഫ് ആൽക്കഹോൾ കൺസംഷൻ. മദ്യം ഉപയോഗിക്കുന്നത് മൂലമുള്ള ദോഷവശങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. ഈ വിഷയത്തെ സംബന്ധിച്ചാണ് ഇഫക്ട്സ് ഓഫ് ആൽക്കഹോൾ കൺസംഷൻ എന്ന ക്ലാസ് ചർച്ച ചെയ്യുന്നത്. ആൽക്കഹോൾ അഫക്ട്സ് നോട്ട് ഓൺലി ദ ഇൻഡിവിജ്വൽ ബട്ട് ഓൾസോ ദ ഫാമിലി ആൻഡ് ദ സൊസൈറ്റി ആസ് എ ഹോൾ. മദ്യപാനം ഒരു വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത്, അത് കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഇഫക്ട്സ് ഓഫ് ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയിലേക്ക് വരാം. ആൽക്കഹോൾ റീച്ചസ് ഓൾ ഓർഗൻസ് ഓഫ് അവർ ബോഡി. മദ്യം ഒരു വ്യക്തി ഉപയോഗിക്കുമ്പോൾ അത് ആമാശയത്തിൽ എത്തിച്ചേരുകയും ആമാശയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരുകയും ചെയ്യും. Therefore, all of them are affected. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും മദ്യത്തിൻ്റെ ദൂഷ്യവശം അനുഭവിക്കും. ആദ്യം നമുക്ക് ഇഫക്റ്റ് ഓൺ കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്താണെന്ന് പരിശോധിക്കാം. അതായത് രക്തചംക്രമണ വ്യവസ്ഥയെ, ഹൃദയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ എങ്ങനെ ആൽക്കഹോൾ ബാധിക്കുന്നു എന്ന് നോക്കാം. Moderate use of alcohol found to have some beneficial effect on cardiovascular system. വളരെ ചെറിയ തോതിലുള്ള ആൽക്കഹോളിൻ്റെ സാന്നിധ്യം കാർഡിയോവാസ്കുലർ സിസ്റ്റത്തെ, ഹൃദയവുമായി ബന്ധപ്പെട്ട രക്തചംക്രമണ വ്യവസ്ഥയെ സ്വാധീനിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. It is found that moderate alcohol consumption decreases serum levels of fibrinogen, a protein that promote clot formation. രക്തം കട്ട പിടിക്കുന്നതിന് ഇടയാക്കുന്ന ഫൈബ്രിനോജൻ എന്ന പ്രോട്ടീനിൻ്റെ ഉൽപാദനം കുറയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ആൽക്കഹോളിൻ്റെ സാന്നിധ്യം. അതായത് രക്തം ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ചെറിയ രക്തക്കുഴലുകളിൽ, പ്രത്യേകിച്ച് തലച്ചോറിലൊക്കെ കട്ട പിടിക്കാനുള്ള സാധ്യത പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെ കട്ട പിടിച്ച് ഉണ്ടാകുന്ന പ്രശ്നം ഒഴിവാക്കാൻ ആൽക്കഹോളിൻ്റെ സാന്നിധ്യം സഹായിക്കും. ആൻഡ് ഇൻക്രീസസ് ലെവൽ ഓഫ് ടിഷ്യൂ ടൈപ്പ് പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ആൻ എൻസൈം ദാറ്റ് ഹെൽപ്പ് ഡിസോൾവ് ക്ലോട്ട്. അതുപോലെ തന്നെ രക്തം കട്ട പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് ആ കട്ട പിടിച്ചിരിക്കുന്ന രക്തത്തെ അലിയിച്ച് കളയുന്ന പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ ഹോർമോണിൻ്റെ ഉൽപാദനത്തെയും ആൽക്കഹോളിൻ്റെ സാന്നിധ്യം സഹായിക്കുന്നുണ്ട്. ഒരേ സമയം രക്തം കട്ട പിടിക്കാതിരിക്കുവാനും കട്ട പിടിച്ചിരിക്കുന്ന രക്തത്തെ അലിയിച്ച് കളയാനും ആൽക്കഹോളിൻ്റെ സാന്നിധ്യം സഹായിക്കുന്നുണ്ട് എന്ന് അർത്ഥം. അതുപോലെ തന്നെ റിസ്ക് ഓഫ് കൊറോണറി ഹാർട്ട് ഡിസീസ് ഈസ് ലോവർ ഇൻ പീപ്പിൾ ഹു ഡ്രിങ്ക് മോഡറേറ്റ്ലി ദാൻ ദോസ് ഹു അബ്സ്റ്റെയിൻ ഫ്രം ആൽക്കഹോൾ. വളരെ ചെറിയ അളവിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന വ്യക്തിയിൽ കൊറോണറി ഹാർട്ട് ഡിസീസ്, ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്ന രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന തടസ്സം മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വളരെ ചെറിയ തോതിൽ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം ആൾക്കാർക്ക് അത്തരം അസുഖം ഉണ്ടാകുന്നില്ല എന്നുകൂടി കാണാൻ സാധിക്കും. Moderate alcohol consumption appears to decreases the risk of peripheral arterial diseases in apparently healthy man. ആരോഗ്യമുള്ള അവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരാളിൽ വളരെ ചെറിയ തോതിലുള്ള ആൽക്കഹോളിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഉപയോഗം ചെറിയ രക്തക്കുഴലുകൾക്ക്, ആർട്ടറീസുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ക്ലോട്ട് ഫോർമേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ആൽക്കഹോളിൻ്റെ ഉപയോഗം മൂലം ഒഴിവായി കിട്ടുന്നതായിട്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല എന്ന് കൂടി കാണാൻ സാധിക്കും. ഡെസ്പൈറ്റ് ദ എപ്പിഡെമിയോളജിക്കൽ എവിഡൻസ്, ഡോക്ടേഴ്സ് ക്രിട്ടിസൈസ് ദ ഐഡിയ ഓഫ് റെക്കമെൻഡിങ് ആൽക്കഹോൾ ഫോർ ഹെൽത്തി ബെനിഫിറ്റ്സ്. എപ്പിഡെമിയോളജിക്കൽ എവിഡൻസുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ, എപ്പിഡെമിയോളജിക്കൽ എവിഡൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെറിയ അളവിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് മൂലം ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്നില്ല,
രക്തം കട്ട പിടിക്കുന്നത് ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ കട്ട പിടിച്ച രക്തം അലിഞ്ഞു പോകുന്നതിനിടയാക്കും. ചെറിയ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും എന്നുള്ള എവിഡൻസുകൾ വെച്ചുകൊണ്ട് മദ്യം ഉപയോഗിക്കുന്നതിനെ ഡോക്ടേഴ്സ് ഒരിക്കലും അനുകൂലിക്കുന്നില്ല. എക്സാമ്പിൾ, റിസ്ക് ഓഫ് അബ്യൂസ്, എക്സസീവ് ആൽക്കഹോൾ കൺസപ്ഷൻ ലീഡ്സ് ടു ആൻ ഇൻക്രീസ് റിസ്ക് ഓഫ് ഹാർട്ട് ഫെയിലിയർ. ഇങ്ങനെ ചെറിയ തോതിൽ മദ്യം ഉപയോഗിക്കുന്നത് ഗുണകരമാണ് എന്ന് പറഞ്ഞാൽ അത് മദ്യത്തിൻ്റെ അമിത ഉപയോഗത്തിന് ഇടയാക്കുകയും അതുവഴി ഹാർട്ട് ഫെയിലിയർ, ഹൃദയത്തിൻ്റെ ആരോഗ്യം തന്നെ നഷ്ടപ്പെട്ട് മരണത്തിനിടയാക്കും എന്ന് ഡോക്ടേഴ്സ് പറയുന്നു. അതുപോലെ നോക്കാം, മോഡറേറ്റ് ആൽക്കഹോൾ കൺസപ്ഷൻ ക്രിയേറ്റ് ഹൈപ്പർ ടെൻഷൻ. ചെറിയ തോതിലാണെങ്കിൽ പോലും ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിന് അതുമൂലം രക്തസമ്മർദ്ദം പെട്ടെന്ന് തന്നെ ഉയരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ ചെറിയ തോതിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് ഗുണകരമാണ് എന്നതുകൊണ്ട് ഇത് ചെറിയ തോതിൽ ഉപയോഗിക്കുകയും അത് പിന്നീട് വലിയ മദ്യാസക്തിയിലേക്ക് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മദ്യത്തിൻ്റെ പ്രശ്നം. ഇത് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഫക്ട്സ് ഓൺ നെർവസ് സിസ്റ്റം, നമ്മുടെ നാഡീവ്യവസ്ഥയെ എങ്ങനെ ആൽക്കഹോൾ ബാധിക്കുന്നു എന്ന് നോക്കാം. ഹെവി ആൽക്കഹോൾ കൺസംഷൻ ഇംപെയർസ് ബ്രെയിൻ ഡെവലപ്മെന്റ് ആൻഡ് ബ്രെയിൻ ഷ്രിങ്കേജ്. വളരെ ഉയർന്ന തോതിലുള്ള മദ്യത്തിൻ്റെ ഉപയോഗം തലച്ചോറിൻ്റെ വളർച്ചയെ കുറയ്ക്കുകയും തലച്ചോറ് ചുരുങ്ങിപ്പോകുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നു. ക്രോണിക് excessive alcohol intake is also associated with a range of neuropsychiatric complications and cognitive disorders. വളരെ ഉയർന്ന തോതിലുള്ള മദ്യത്തിൻ്റെ ഉപയോഗം ന്യൂറോസൈക്കാട്രിക് കോംപ്ലിക്കേഷൻസ്, നാഡിയുമായി ബന്ധപ്പെട്ട് മാനസിക നില നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കും. It causes dementia, physical dependence, and cause distortion the brain chemistry. ഇങ്ങനെ അമിതമായിട്ടുള്ള ആൽക്കഹോളിൻ്റെ ഉപയോഗം നിരാശയിലേക്കും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്കും തലച്ചോറിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്കും ഒരു വ്യക്തിയെ എത്തിക്കും. Chronic consumption of alcohol may result in increased plasma level of the toxic amino acid homocysteine, which may be the cause of alcohol withdrawal seizures. വളരെ അമിതമായി മദ്യപിക്കുന്ന അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയിൽ അത് രക്തത്തിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡിൻ്റെ ഉൽപ്പാദനം ഉണ്ടാക്കും. ഹോമോസിസ്റ്റീൻ എന്നാണ് ഈ അമിനോ ആസിഡിനെ അറിയപ്പെടുന്നത്. ഇത് മദ്യാസക്തിയിൽ നിന്നും വിമുക്തനാകാൻ ഒരു വ്യക്തിയെ ഒരിക്കലും അനുവദിക്കത്തില്ല. അപ്പോൾ ഹോമോസിസ്റ്റീൻ എന്ന അമിനോ ആസിഡിൻ്റെ ഉൽപ്പാദനം അമിതമായ മദ്യപാനം മൂലം ഉണ്ടാക്കപ്പെടുകയും അത് മദ്യാസക്തിയിൽ നിന്നും വിമുക്തനാകാൻ ഒരു വ്യക്തിയെ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ നോക്കുക, 3 സ്റ്റേജസ് ആയിട്ടാണ് ആൽക്കഹോൾ ബാധിക്കുക. ഒന്നാമത്തത്, ഫസ്റ്റ് ആൽക്കഹോൾ അഫക്ട്സ് ദ ഫോർ ബ്രെയിൻ അസൾട്ട് മോട്ടോർ കോർഡിനേഷൻ ഡിസിഷൻ മേക്കിംഗ്. ഫോർ ബ്രെയിനെ, അതായത് നമ്മുടെ മുൻഭാഗത്തുള്ള തലച്ചോറിൻ്റെ ഭാഗത്തെയാണ് ആൽക്കഹോൾ ആദ്യം അഫക്റ്റ് ചെയ്യുന്നത്. അത് നമ്മളുടെ കോർഡിനേഷൻ, നമ്മളുടെ ബാലൻസിനെയും ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. രണ്ടാമത്തത്, ആൽക്കഹോൾ നോക്സ് ഔട്ട് ദ മിഡ് ബ്രെയിൻ, നമ്മളുടെ മധ്യഭാഗത്തുള്ള തലച്ചോറിലേക്ക് നോക്ക് ചെയ്യുന്നു. ലൂസ് കൺട്രോൾ ഓവർ ഇമോഷൻ ആൻഡ് ഇൻക്രീസ് ചാൻസ് ഓഫ് ബ്ലാക്ക് ഔട്ട്. പൂർണ്ണമായിട്ട് നമ്മളുടെ കൺട്രോൾ, നമ്മളുടെ ശരീരത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ദെൻ ഇൻക്രീസ് ചാൻസ് ഓഫ് ബ്ലാക്ക് ഔട്ട്, അബോധ അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുകയും ചെയ്യുന്നു.
Then finally, alcohol batters the brainstem as it affects heart rate, body temperature, appetite, and consciousness, a dangerous potentiality fatal condition. 3 സ്റ്റേജസ് ആയിട്ടാണ് ആൽക്കഹോൾ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുക. ആദ്യം തലച്ചോറിൻ്റെ മുൻഭാഗത്തെ ഫോർ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തത് മിഡ് ബ്രെയിനിനെ. മൂന്നാമത്തതിന് ബ്രെയിൻ സ്റ്റെം, അതായത് തലച്ചോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെമ്മിനെ അഫക്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, വിശപ്പ് കൂടുന്നു. അതുപോലെ തന്നെ നമ്മളുടെ കോൺഷ്യസ്നെസ്, ബോധാവസ്ഥ നഷ്ടപ്പെടുന്നു. അങ്ങനെ നമ്മൾ വളരെ മാരകമായിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യുന്നു. ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ബ്രെയിൻ അട്രോപ്പി ആൻഡ് ആൽക്കഹോൾ റിലേറ്റഡ് കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസ്. തലച്ചോറിൻ്റെ ഘടനയെ തന്നെ മദ്യം ബാധിക്കുകയും അത് തലച്ചോറുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഹെവി ഡ്രിങ്കിങ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് സ്ട്രോക്ക് ആൻഡ് വൈഡ് സ്പ്രെഡ് ബ്രെയിൻ ലെസൻസ്. സ്ട്രോക്ക് പോലെയുള്ള, അതായത് രക്തക്കുഴലുകൾ പൊട്ടുന്ന ചെറിയ ചെറിയ രക്തക്കുഴലുകൾ, തലച്ചോറിലേക്ക് രക്തം സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും പൊട്ടിയ ഭാഗത്തുള്ള ബ്രെയിൻ ഡാമേജ് ആവുകയും ചെയ്യുന്നതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുക. അങ്ങനെ സ്ട്രോക്ക് ഉണ്ടാവുകയും ഏതെങ്കിലും ഒരു ഭാഗത്താണ്, ഇപ്പം വലതു ഭാഗം ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തെയും ഇടത് ഭാഗം ശരീരത്തിൻ്റെ വലതു ഭാഗത്തെയും 2 ഹെമിസ്ഫിയറായിട്ടാണ് ബ്രെയിൻ കാണപ്പെടുന്നത്. ഇങ്ങനെ വലതു ഭാഗത്തുണ്ടാകുന്ന സ്ട്രോക്ക് ശരീരത്തിൻ്റെ ഇടത് ഭാഗം തളർന്നു പോകുന്നതിന് ഇടയാക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആൽക്കഹോൾ ഉണ്ടാക്കും. Not only has the toxic effect of alcohol, nutritional deficiency, electrolyte disturbances, and liver damage contributed brain damage. നമുക്ക് ആൽക്കഹോളിൻ്റെ വിഷകരമായിട്ടുള്ള, അല്ലെങ്കിൽ ആൽക്കഹോൾ ഒരു വിഷമാണ്, അത് അതിൻ്റെ വിഷാംശത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്നതിനേക്കാൾ ഉപരി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, മദ്യപിക്കുന്ന ഒരാൾ ഒരിക്കലും സമീകൃതമായിട്ടുള്ള ആഹാരം, അതായത് ശരീരത്തിന് വേണ്ടുന്ന എല്ലാ വസ്തുക്കളും അടങ്ങിയ ഒരു ആഹാരവും ഒരിക്കലും കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാകാം. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസ്, അതായത് ശരീരത്തിൽ ആവശ്യം വേണ്ടുന്ന സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം തുടങ്ങിയ പദാർത്ഥങ്ങളുണ്ട്. ഇവയുടെ ഒരു മെയിൻ്റനൻസ്, അതായത് നിശ്ചിത അളവിൽ വേണം എന്നുള്ളതുണ്ട്. അപ്പോൾ മദ്യപാനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. മദ്യം മാത്രം കുടിക്കുക, മറ്റ് വേണ്ടുന്ന പാനീയങ്ങൾ അല്ലെങ്കിൽ ജലമോ അല്ലെങ്കിൽ മറ്റ് പദാർത്ഥങ്ങളൊന്നും കുടിക്കാതെ ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ലിവർ ഡാമേജ് ഒക്കെയാണ് ബ്രെയിനിന് ഉണ്ടാകുന്ന തകരാറിനപ്പുറത്തേക്ക് ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്. ആൽക്കഹോളിസം കോസ് ഇംപെയർഡ് പ്രോസ്പെക്റ്റീവ് മെമ്മറി. നമുക്ക് ബ്രെയിനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഓർമ്മകൾ സൂക്ഷിക്കാനും ഓർമ്മകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ആൽക്കഹോളിസം എത്തിക്കും. This impaired cognitive ability leads to increased failure to carry out intended tasks at a later date. Example, forgetting lock the door or post a letter on time. ഇങ്ങനെ ഇംപെയർഡ് കോഗ്നിറ്റീവ് എബിലിറ്റി, നമുക്ക് തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് ചെയ്യേണ്ടുന്ന ജോലികൾ അല്ലെങ്കിൽ പ്രവർത്തികൾ മറന്നു പോകുന്നതിനോ അത് തടസ്സപ്പെടുന്നതിനോ ആൽക്കഹോൾ ഇടയാക്കും. ഡോർ അടയ്ക്കാൻ മറക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബൾബ് അല്ലെങ്കിൽ സ്വിച്ച് ഓഫാക്കാൻ മറക്കുക, സ്റ്റൗ ഓഫാക്കാൻ മറക്കുക, ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ മറക്കുക, അല്ലെങ്കിൽ ഒരു കത്ത് എഴുതാൻ മറക്കുക തുടങ്ങിയ മറവിയുടെ അവസ്ഥയിലേക്ക് ആൽക്കഹോൾ എത്തിക്കും എന്ന് അർത്ഥം. ഇനി എഫക്ട്സ് ഓൺ മെന്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു നോക്കാം. ആൽക്കഹോൾ ഹാസ് an anesthetic effect on the nervous system. Person loses judgment, willpower, and self-control. Emotional control suffers. Feeling great joy shown by foolish laughter or sadness or weep. ഇമോഷണലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാനസിക ആരോഗ്യ നിലയെ എങ്ങനെ ബാധിക്കുന്നു നോക്കാം.
പേഴ്സൺസ് ലോസ് ജഡ്ജ്മെന്റ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഇല്ലാതെ വരുന്നു. വിൽ പവർ, ആത്മവിശ്വാസം അല്ലെങ്കിൽ സ്വയം ഒരു ജോലി ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ഇമോഷണൽ കൺട്രോൾ സഫേഴ്സ്, നമ്മളുടെ ഇമോഷണലായിട്ടുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള ഫീലിങ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. ഫീലിംഗ് ഗ്രേറ്റ് ജോയ്, വളരെ കൂടിയ സന്തോഷം അനുഭവപ്പെടുന്നതായിട്ട് തോന്നും. ഷോൺ ബൈ ഫൂളിഷ് ലാഫർ, ആവശ്യമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുക അല്ലെങ്കിൽ ഒരു ഫൂൾ പെരുമാറുന്നത് പോലെ പെരുമാറുന്ന സാഹചര്യം. ദെൻ സാഡ്നെസ് ആർ വീക്ക്, ചിരിക്കുകയോ കരയുകയോ വിഷമിച്ചിരിക്കുകയോ ഒറ്റയ്ക്കിരുന്ന് തേങ്ങുകയോ ഒക്കെ ചെയ്യുന്നത് മദ്യപാനിയുടെ ലക്ഷണമാണ്. ഇൻഹിബിഷൻ ഡിസപ്പിയേഴ്സ് ആൻഡ് മോറൽ സെൻസ് ഈസ് ലോസ് ലീഡിങ് ടു ആൻറ്റി സോഷ്യൽ ബിഹേവിയർ. അതായത് പ്രത്യേകിച്ചും മോറൽ സെൻസ് നഷ്ടപ്പെടുകയും മൊറാലിറ്റി നഷ്ടപ്പെടുകയും ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആക്രമണ ആസക്തി അല്ലെങ്കിൽ ആക്രമണകരമായ സ്വഭാവം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ആൽക്കഹോളിസം ഒരു വ്യക്തിയെ എത്തിക്കുകയും ചെയ്യുന്നു. All these problems are associated with the cerebrum because it is the center for all of these functions. ഇവിടെ സൂചിപ്പിച്ച ഇമോഷണൽ ആയിട്ടുള്ള, ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള, ജഡ്ജ്മെന്റ്, വിൽ പവർ, സെൽഫ് കൺട്രോൾ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ സെറിബ്രം എന്ന ഭാഗമാണ്. സെറിബ്രത്തെയാണ് മദ്യം അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെറിബ്രവുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം തകരാറിൽ ആവുകയും ചെയ്യും. ആൽക്കഹോളിക്സ് ഹാവ് എ ഹൈ സൂയിസൈഡ് റേറ്റ്, ഡിപ്രഷൻ, ആങ്സൈറ്റി ആൻഡ് പാനിക് ഡിസോർഡേഴ്സ്, സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എക്സെട്ര. ആൽക്കഹോളിക്സ് അല്ലെങ്കിൽ ആൽക്കഹോളിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിൻ്റെ അവസാന മൂർധന്യ അവസ്ഥയിൽ മരിക്കുവാൻ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുവാനായിട്ടുള്ള പ്രവണതകൾ ഉണ്ടാക്കപ്പെടും. ഡിപ്രഷൻ, അതായത് നിരാശാബോധം കാരണം എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ആങ്സൈറ്റി, പാനിക് ഡിസോർഡേഴ്സ്, അതായത് നോർമൽ അല്ലാതെ പെരുമാറുക തുടങ്ങിയ അവസ്ഥയിലേക്ക് ആൽക്കഹോളിസം ഒരു വ്യക്തിയെ എത്തിക്കും എന്ന് അർത്ഥം. ദെൻ എഫക്ട്സ് ഓൺ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട്, നമ്മളുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ലോ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കഹോൾ സ്റ്റിമുലേറ്റ്സ് സെക്രീഷൻ ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ്. വളരെ ചെറിയ അളവിൽ വിശപ്പ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നല്ല വിശപ്പ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ആൽക്കഹോൾ ഉണ്ടാക്കും. ഹൈ കോൺസെൻട്രേഷൻ കോസസ് ഗ്യാസ്ട്രൈറ്റിസ്, എ പെയിൻഫുൾ ഇൻഫ്ലമേഷൻ ഓഫ് ഗ്യാസ്ട്രിക് ലൈനിങ്. ഇനി ഉയർന്ന തലത്തിലുള്ള മദ്യത്തിൻ്റെ ഉപയോഗം ഗ്യാസ്ട്രൈറ്റിസ്, അതായത് ആമാശയത്തിലും പ്രത്യേകിച്ച് കുടലുകളിലുമൊക്കെ വേദന അനുഭവപ്പെടുന്ന അവസ്ഥയിൽ എത്തിക്കും. ആൽക്കഹോൾ ഡാമേജസ് ദ ഈസോഫാഗസ് ലൈനിങ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇവിടെ ഈസോഫാഗസിൻ്റെ, നമ്മളുടെ പ്രത്യേകിച്ചും വായിൽ നിന്നും താഴേക്ക് ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്ന കുഴലിനെയാണ് നമ്മൾ ഈസോഫാഗസ് എന്ന് പറയുന്നത്. അപ്പം ഈസോഫാഗസിൻ്റെ ലൈനിങ്ങിന് അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ സ്ഥലത്തിന് ഇത് ബാധിക്കുകയും കോസ് മെലാ അബ്സോർപ്ഷൻ ഇൻ ഇൻഡസ്ട്രി ലീഡിങ് ടു ഡയേറിയ ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം, അയൺ ആൻഡ് വൈറ്റമിൻസ്. മാൽ അബ്സോർപ്ഷൻ, പ്രധാനമായിട്ടും മാൽ അബ്സോർപ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ നേരെ നമ്മളുടെ ആമാശയത്തിൽ എത്തിച്ചേരുകയും ആമാശയത്തിൽ അത് ദഹിച്ചതിന് ശേഷം ചെറുകുടലിലൂടെ വൻകുടലിലൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ചെറുകുടലിൽ വെച്ചിട്ടാണ് ദഹിച്ച ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാൽ അബ്സോർപ്ഷൻ, ആവശ്യമുള്ള പദാർത്ഥങ്ങൾ അബ്സോർവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. കാരണം ഇതിൻ്റെ ലൈനിങ്ങിലൂടെയാണ്, അതായത് ഈ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് ലൈനിങ് ആണ്. ഈ ലൈനിങ്ങിലൂടെയാണ് എന്ത് ചെയ്യുക, ഇപ്പം താഴേക്ക് ചെറുകുടലിലേക്ക് വരുമ്പോൾ
ചെറുകുടലിലെ ലൈനിങ്ങിൽ വെച്ചാണ്, അതായത് സ്ഥലത്തിൽ അല്ലെങ്കിൽ ആ ഒരു മെംബ്രെയിനിൽ വെച്ചിട്ടാണ് ഇവിടെ വെച്ച് ദഹിക്കുന്ന പദാർത്ഥങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നത്, ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ലൈനിങ്ങിന് തന്നെ തകരാറ് സംഭവിച്ചാൽ അത് മാൽ അബ്സോർപ്ഷന് ഇടയാക്കും. ക്രോണിക് ഡ്രിങ്കിങ് കോസസ് വയലന്റ് വോമിറ്റിംഗ്, lacerate the lower end of the esophagus, resulting in bleeding. This condition is called Mallory-Weiss syndrome. അമിത മദ്യപാനം വളരെ അമിതമായിട്ട് ഛർദ്ദിക്കുന്നതിന് ഇടയാക്കുകയും ഇങ്ങനെ ഉണ്ടാകുന്ന ഛർദി പ്രധാനമായിട്ടും ഈസോഫാഗസിൻ്റെയും പിന്നീട് നമ്മളുടെ ആമാശയത്തിൻ്റെയും ഒക്കെ ലൈനിങ്, അതായത് സ്ഥലം പൊട്ടി രക്തം പുറത്തേക്ക് ഛർദിയോടൊപ്പം വരികയും ചെയ്യുന്ന അവസ്ഥയാണ് മാലറി-വീസ് സിൻഡ്രോം എന്ന് പറയുന്നത്. അമിതമായി മദ്യം കഴിക്കുന്നത് മൂലമുണ്ടാകുന്ന ഒരവസ്ഥയാണ് അമിതമായി എന്ത് ചെയ്യുക, ഛർദിക്കുക. ആ ഛർദിക്കുന്നതോടൊപ്പം ഛർദിലിൻ്റെ തോത് കൂടുകയും വയലൻ്റായിട്ട് ഛർദിക്കുകയും അത് നമ്മളുടെ ആമാശയത്തിൻ്റെ ഈസോഫാഗസിൻ്റെയൊക്കെ ലൈനിങ് പൊട്ടിപ്പോകുന്നതിന് ഇടയാക്കുകയും രക്തത്തോടൊപ്പം ഛർദി പുറത്തേക്ക് വരികയും ചെയ്യുന്ന കണ്ടീഷനാണ് മാലറി-വീസ് സിൻഡ്രോം എന്ന് പറയുന്നത്. Then effects on liver and pancreas. Liver suffers most from alcohol consumption. In liver, alcohol changes into more toxic substance, acetaldehyde. ഏറ്റവും കൂടുതലായിട്ട് മദ്യം ബാധിക്കുന്നത് ലിവറിനെയാണ്. ലിവർ നമ്മുടെ ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷൻ സെന്റർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഏത് തരത്തിലുള്ള വിഷം കഴിച്ചാലും ആ വിഷത്തെ നിർവീര്യമാക്കുന്ന അവയവം ലിവറാണ്. അപ്പോൾ കരളിൽ നമ്മൾ കഴിക്കുന്ന മദ്യം ലിവറിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുക. കാരണം ആൽക്കഹോൾ ടോക്സിക് ആണ്. ഈ വിഷം നേരെ ലിവർ അതിനെ ഡീടോക്സിഫൈ ചെയ്യാൻ ശ്രമിക്കും. അതായത് അതിൻ്റെ വീര്യം അല്ലെങ്കിൽ അതിൻ്റെ വിഷാംശം കുറയ്ക്കാനായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് ലിവറിലാണ്. അപ്പോൾ ലിവറിൽ ഇങ്ങനെ അമിതമായി മദ്യം എത്തിച്ചേരുമ്പോൾ അത് അസറ്റാൽഡിഹൈഡ് എന്ന പദാർത്ഥമായിട്ട് ലിവർ മാറ്റും. ലിവർ സിന്തസൈസ് ഫാറ്റ് ഫ്രം ആൽക്കഹോൾ. അതുപോലെ തന്നെ ആൽക്കഹോളിൽ നിന്നും ലിവർ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഫാറ്റാക്കി മാറ്റും, അത് കൊഴുപ്പാക്കി മാറ്റും. ആൽക്കഹോളിൽ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റും അല്ലെങ്കിൽ ഷുഗറൊക്കെയാണ് കൂടുതലായിട്ട് അടങ്ങി, ഷുഗറിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷുഗർ കണ്ടന്റ് അടങ്ങിയ ഈ ആൽക്കഹോൾ ശരീരത്തിൽ ആവശ്യത്തിന്, ശരീരത്തിൻ്റെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന നിലയിൽ എന്താക്കി മാറ്റും, ഫാറ്റായിട്ട് മാറ്റും. ദ എക്സസ് ഫാറ്റ് റെഡ്യൂസ് ദ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോജൻ, എൻസൈംസ് ആൻഡ് സ്ട്രക്ചറൽ പ്രോട്ടീൻസ്. ഇങ്ങനെ ലിവറിൽ അമിതമായി ഫാറ്റ് അടിഞ്ഞുകൂടുന്നത് മൂലം ശരീരത്തിന് ആവശ്യം വേണ്ടുന്ന ഗ്ലൈക്കോജന്, മറ്റ് എൻസൈമുകൾ, പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ലിവർ എത്തിച്ചേരുകയും ചെയ്യുന്നു. Thus the liver changes from an important center for carbohydrate, fat and protein metabolism to a mere storehouse of fat. This is called fatty liver syndrome. ഇങ്ങനെ ലിവർ ശരീരത്തിൻ്റെ നിർമ്മാണശാലയാണ്. ശരീരത്തിൻ്റെ ഉൽപാദന ശാല എന്ന് പറയുമ്പോൾ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടുന്ന ന്യൂട്രിയൻസിനെ ആവശ്യം വേണ്ടുന്ന വിവിധ രൂപത്തിലേക്ക് മാറ്റുക, അതുപോലെ തന്നെ ശരീരത്തിൽ നിന്നും ഉണ്ടാകുന്ന പ്രോഡക്റ്റുകളുണ്ട്. അതായത് പ്രത്യേകിച്ച് രക്തകോശങ്ങളൊക്കെ നശിച്ചു കഴിഞ്ഞാൽ ലിവറിൽ വെച്ചിട്ടാണ് രക്തകോശങ്ങൾ വിഘടിച്ച് പിന്നീട് വീണ്ടും ഈ വിഘടിപ്പിച്ചെടുക്കുന്ന പദാർത്ഥങ്ങളെ ബോൺമാരോയിലോട്ട് എത്തിച്ച് വീണ്ടും എന്ത് ചെയ്യുക, പുതിയ രക്തകോശങ്ങൾ ഉണ്ടാക്കുന്ന പ്രോസസ്സ് എല്ലാം നടക്കുന്നത് ലിവറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുന്നത് ലിവർ എന്ന് പറയുന്ന ഓർഗനാണ്. അപ്പോൾ ലിവർ എന്ന് പറയുന്ന ഓർഗൻ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുന്ന കാർബോഹൈഡ്രേറ്റുകളും അതിൻ്റെ മെറ്റബോളിസവും പ്രോട്ടീൻ നിർമ്മാണവും തുടങ്ങിയവ നടത്തുന്ന സെൻറ്റർ എന്ന നിലയിൽ നിന്നും മാറി കൊഴുപ്പ് സംഭരിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറും. ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് നമ്മൾ ഫാറ്റി ലിവർ സിൻഡ്രോം എന്ന് പറയുന്നത്. This time the liver gradually hardens and dries up as its cells are replaced by fibrous tissue. ചിത്രത്തിൽ ഫാറ്റി ലിവറിൻ്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ലിവർ പതുക്കെ സോഫ്റ്റായിട്ട് ഉള്ള കണ്ടീഷനിൽ നിന്നും കട്ടിയുള്ളതായിട്ട് മാറുകയും അതിനകത്ത് ഫൈബ്രസ് ടിഷ്യൂ, നാര് പോലെയുള്ള കോശങ്ങൾ ഡെവലപ്പ് ചെയ്ത് പിന്നീട് പ്രവർത്തനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നിറം മാറി പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ദിസ് കൈൻഡ് ഓഫ് ലിവർ
ഡിജനറേഷൻ ഈസ് കാൾഡ് സിറോസിസ്. ഇങ്ങനെ ലിവർ പതുക്കെ പതുക്കെ ലിവറിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ട് സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നും ഫൈബ്രസ് ആയിട്ടുള്ള കണ്ടീഷൻ, നാരുകൾ പോലെയുള്ള കോശങ്ങൾ കൊണ്ട് രൂപപ്പെട്ട രീതിയിലേക്ക് മാറുകയും കൊഴുപ്പ് അടിഞ്ഞുകൂടി പൂർണ്ണമായിട്ടും പ്രവർത്തന രഹിതമാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. ആൽക്കഹോൾ കോസസ് പെയിൻഫുൾ ഇൻഫ്ലമേഷൻ ഓഫ് പാൻക്രിയാസ് കോൾഡ് പാൻക്രിയാറ്റിസ്. ഇവിടെ ലിവറിനോട് ചേർന്ന് കാണപ്പെടുന്ന മറ്റൊരു അവയവമാണ്, പ്രധാനമായിട്ടും സ്റ്റൊമക്കിന് താഴെ കാണപ്പെടുന്ന അവയവമാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസിൻ്റെ പ്രവർത്തനം തകരാറിലാകുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത്. പെയിൻഫുൾ ഇൻഫ്ലമേഷൻ ആണ്. അതായത് പാൻക്രിയാസ് വീർത്ത് വലുതാവുകയും അത് വളരെ കൂടുതൽ വേദന ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ദിസ് മേ ലീഡ് ടു ലാക്ക് ഓഫ് പാൻക്രിയാറ്റിക് ജ്യൂസ് ഓർ വിത്തൗട്ട് ഡയബറ്റിസ്. പ്രധാനമായിട്ടും പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ ഉൽപ്പാദനം തകരാറിലാവുകയും ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. Effects on lungs. Alcohols have a high risk of developing acute respiratory disease syndrome and experience higher rate of mortality from AIDS when compared to non-alcoholics. ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കുണ്ടാവുന്ന ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഒരു അസുഖമാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ARDS എന്നാണ് അറിയപ്പെടുക. ആൽവിയോളയിൽ പ്രധാനമായിട്ടും നമ്മൾ പുകവലിക്കുന്നത് മൂലം ആൽവിയോളൈ ചുരുങ്ങിപ്പോകുന്ന ആൽവിയോളയിൽ വാതകത്തിൻ്റെ വിനിമയം നടക്കാതെ വരികയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അവിടെ അതായത് കഫം അടിഞ്ഞുകൂടി റെസ്പിറേഷൻ നടത്താൻ പറ്റാത്ത അവസ്ഥ ഇവിടെ ആൽക്കഹോൾ കൺസംഷൻ ചെയ്യുന്ന ആൾക്കാർക്കുണ്ടാകും. അങ്ങനെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് ശ്വസന പ്രക്രിയയെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എയ്ഡ്സ് പോലെയുള്ള അസുഖങ്ങൾ ബാധിക്കാനുള്ള സാധ്യത ഇങ്ങനെ മദ്യപാനികളിൽ കൂടുതലാണ്. ദെൻ സെക്ഷൽ ഡിസ്ഫങ്ഷൻ. Long-term excessive intake of alcohol can lead to damage to the central nervous system and peripheral nervous system, resulting in loss of sexual desire and impotence in man. പ്രത്യേകിച്ചും ആണുങ്ങളിൽ വളരെ ദീർഘനാൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് മൂലം സെൻട്രൽ നെർവസ് സിസ്റ്റം, നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടുള്ള നെർവസ് സിസ്റ്റം പോവുകയും ലോസ് ഓഫ് സെക്ഷൽ ഡിസയർ, സെക്ഷൽ ആക്ടിവിറ്റീസിന് താല്പര്യമില്ലാതെ വരികയും അത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻസിയിലേക്ക് വളരെ വേഗത്തിൽ നയിക്കുകയും ചെയ്യും. Then hormonal imbalance. Alcohol contains estrogen-like compounds which may result in hyperestrogenation. ആൽക്കഹോളിനകത്ത് ഈസ്ട്രോജൻ എന്ന ഹോർമോൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് ഹൈപ്പർ ഈസ്ട്രോജനേഷൻ എന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും. എന്താണ് ഹൈപ്പർ ഈസ്ട്രോജനേഷൻ എന്ന് നോക്കാം. ഇൻ മെൻ, ഹൈ ലെവൽ ഓഫ് ഈസ്ട്രോജൻ ക്യാൻ ലീഡ് ടു ടെസ്റ്റിക്കുലർ failure and development of feminine traits including development of breast called gynecomastia. സ്ത്രീകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. ഈ ഈസ്ട്രോജൻ്റെ അളവ് മദ്യത്തിൽ ധാരാളം ഉണ്ടാവുകയും അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയിൽ ഈസ്ട്രോജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ടെസ്റ്റിക്കുലർ ഫെയിലർ, ടെസ്റ്റിസിൻ്റെ വൃഷണങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും അത് തകരാറിലാവുകയും ഫെമിനൈൻ ട്രെയ്റ്റ്സ്, സ്ത്രീകൾക്കുണ്ടാവുന്ന സവിശേഷതകൾ പുരുഷന്മാരിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് തുടങ്ങിയ പ്രത്യേകതകൾ പുരുഷന്മാരിലുണ്ടാകുന്നു. ഈ അവസ്ഥയാണ് നമ്മൾ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. ഇനി ഇൻ വിമൺ, ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഈസ്ട്രോജൻ കോസ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. ഇനി ഈസ്ട്രോജൻ്റെ അളവ് സ്ത്രീകളിൽ ഇത്തരം മദ്യപാനം മൂലം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൂടുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കപ്പെടാം. ദെൻ ഹൈ റിസ്ക് ഓഫ് ക്യാൻസർ.
Heavy drinking increase the risk of cancer of mouth, pharynx and larynx, colon and rectum. വളരെ വ്യാപകമായിട്ട് നമുക്ക് സ്റ്റൊമക്കിൽ, ഫാരിങ്സിൽ, പിന്നീട് റെക്റ്റത്തിൽ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് റെക്റ്റം ക്യാൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ കോമൺ ആണ്. അപ്പോൾ റെക്റ്റത്തിലേക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിന് മദ്യപാനം ഇടയാക്കും. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് അസറ്റാൽഡിഹൈഡ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് ദ ബോഡി ബ്രേക്ക് ഡൗൺ ആൽക്കഹോൾ മേ ഡാമേജ് DNA ഇൻ ഹെൽത്തി സെൽസ്. ലിവറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അസറ്റാൽഡിഹൈഡ് അത് ലിവറിനെയും പിന്നീട് DNA ഡാമേജിനും, കോശത്തിലുള്ള DNA ഡാമേജിനൊക്കെ ഇടയാക്കുന്ന ഒരു പദാർത്ഥമാണ്. Then effects on fetus. Babies of alcoholic mothers are often unhealthy and underweight and may even abnormal, called fetal alcohol syndrome. മദ്യം ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ, പ്രത്യേകിച്ചും അവർ ക്യാരിയിങ് ആണെന്നുണ്ടെങ്കിൽ, അവർക്ക് വെയിറ്റ് ഇല്ലാതെ വരികയും പിന്നീട് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രം എന്ന ഒരു സിൻഡ്രം ജനിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും. അതിൻ്റെ സിംറ്റംസ് നോക്കാം. ഫേഷ്യൽ അബ്നോർമാലിറ്റീസ്, ലിംബ് ഡിഫക്റ്റ്, ഡിഫക്റ്റീവ് ഹാർട്ട് ആൻഡ് മെൻ്റൽ റിട്ടാർഡേഷൻ. അപ്പോൾ മദ്യപാനം മൂലം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രം എന്ന് പറയുന്നത്. മുഖത്തിന് വ്യത്യാസമുണ്ടാകും, കൈകാലുകൾക്ക്, ഹാർട്ട് ഫെയിലിയർ, മെൻ്റൽ റിട്ടാർഡേഷൻ, മാനസികമായിട്ടുള്ള വളർച്ച എല്ലാം നഷ്ടപ്പെടുന്നതിന് മദ്യപാനം ഇടയാക്കും. ആൽക്കഹോൾ ക്രോസസ് ദ പ്ലാസെന്റൽ ബാരിയർ ആൻഡ് ക്യാൻ സ്റ്റണ്ട് ഫീറ്റൽ ഗ്രോത്ത് ഓർ വെയിറ്റ്, ക്രിയേറ്റ് ഡിസ്ട്രക്റ്റീവ് ഫേഷ്യൽ സ്റ്റിഗ്മാറ്റ, ഡാമേജ്ഡ് നെർവസ് ആൻഡ് ബ്രെയിൻ സ്ട്രക്ചേഴ്സ് ആൻഡ് കോസ് അതർ ഫിസിക്കൽ, മെൻ്റൽ ഓർ ബിഹേവിയറൽ പ്രോബ്ലംസ്. ഒരു സ്ത്രീ ക്യാരിയിങ് ആയിരിക്കുമ്പോൾ മദ്യപിച്ചാൽ മദ്യം രക്തത്തിലൂടെ കലർന്ന് നേരെ പ്ലാസെൻ്റയിലൂടെ, അതായത് ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിലൂടെ കുഞ്ഞിലേക്ക് എത്തിച്ചേരുകയും കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ ശാരീരിക പ്രവർത്തനങ്ങളെ, ശരീരത്തിൻ്റെ വെയിറ്റ് തുടങ്ങി ഫിസിക്കലും മെൻ്റലായിട്ടും ഉള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുകയും അങ്ങനെ ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രം എന്ന സ്വഭാവത്തോടുകൂടി അല്ലെങ്കിൽ പ്രത്യേകതയോടുകൂടി കുഞ്ഞ് ജനിക്കുകയും ചെയ്യും. Then effects on family. Alcohol is costly, but the alcoholics do not mind spending on it to satisfy their selfish desire. മദ്യം നമുക്ക് പരിചയമുള്ളതുപോലെ ഏറ്റവും വില കൂടിയ ഒരു വസ്തുവാണ്. വില കൂടിയ വസ്തു സ്വന്തം ഇഷ്ടത്തിന് എത്ര പണം കൊടുത്തു വേണമെങ്കിലും ഒരു ആൽക്കഹോളിക്സ് അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിസ്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കും. ദേ ഡിപ്രൈവ് ദെയർ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദെയർ ബേസിക് നീഡ്സ്. കുടുംബത്തിലെ മറ്റുള്ള ആൾക്കാരുടെ സ്വാഭാവികമായിട്ടുള്ള ആവശ്യകതകൾ മറന്നുകൊണ്ട് കൂടുതൽ പണം ഇത്തരം ആവശ്യങ്ങൾക്കായി ചെലവഴിക്കും. ദിസ് ക്രിയേറ്റ്സ് ഓൾ സോർട്ട് ഓഫ് ഡൊമസ്റ്റിക് പ്രോബ്ലംസ് ഇൻക്ലൂഡിംഗ് ക്വാറൽസ് ആൻഡ് ഡിവോഴ്സ്. ഇത് പിന്നീട് ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുടുംബവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ എല്ലാ വരുമാനത്തെയും ബാധിക്കുകയും അത് വഴക്കിനും ഡിവോഴ്സിലേക്കും ഇടയാക്കും. ആങ്സൈറ്റി, ഫ്രസ്ട്രേഷൻ ആൻഡ് ഇൻസെക്യൂരിറ്റി ഇൻ ചിൽഡ്രൻ ആർ ഹെവി പ്രൈസ് ടു പേ ഫോർ ആൽക്കഹോളിസം. കുട്ടികളിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ആകാംക്ഷകൾ, ഫ്രസ്ട്രേഷൻ, ഇൻസെക്യൂരിറ്റി, സുരക്ഷിതത്വമില്ലായ്മ തുടങ്ങിയവയൊക്കെ ആൽക്കഹോളിസത്തിന് കൊടുക്കേണ്ടുന്ന വലിയ വിലയാണ്. ചിൽഡ്രൻ മേ നെഗ്ലക്ട് സ്റ്റഡീസ്, ഡെവലപ്പ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആൻഡ് ഓഫൺ ബിക്കം ആൻറ്റി സോഷ്യൽ. കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ മദ്യപാനം ഉള്ള ഒരു പിതാവോ മാതാവോ ഉണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യം കൊണ്ട് പഠനത്തിൽ പുറകിലോട്ട് പോവുകയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യുകയും ആൻറ്റി സോഷ്യൽ, അതായത് ആക്രമണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആക്രമണകരമായിട്ടുള്ള പ്രവണതകൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. ആൽക്കഹോളിക്സ് ഓഫൺ അബ്സ്റ്റെയിൻ ദംസെൽസ് ഫ്രം വർക്ക് ഡ്യൂ ടു ഡ്രിങ്കിങ് ആൻഡ് മേ ലോസ് ജോബ്. കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും അങ്ങനെ ജോലി നഷ്ടപ്പെടാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യാം. ദിസ് റിഡ്യൂസ് ഫാമിലി ഇൻകം. ആൽക്കഹോളിക്സ് ആർ ഓഫൺ ഡെബിറ്റ്. ആൽക്കഹോളിക്സ് എപ്പോഴും കടത്തിലായിരിക്കും. ദിസ് ലീഡ്സ് ടു ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് കറപ്ഷൻ ആൻഡ് ക്രൈം. ഇങ്ങനെ കടത്തിലാകുന്ന ഒരു വ്യക്തി ധാരാളം കറപ്ഷനോ ക്രൈമോ നടത്തുന്നതിന്
ഇടയാക്കും. ഫാമിലി മെമ്പേഴ്സ് ഓഫ് ആൽക്കഹോളിക്സ് ഓഫൺ സഫർ ഫ്രം മാൽന്യൂട്രീഷൻ ആൻഡ് ഡിസീസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. വീടുകളിലേക്കൊന്നും പണം ചെലവാക്കാൻ പറ്റാത്ത ഒരു മദ്യപാനി വീടുകളിലെ താമസിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ മാൽന്യൂട്രീഷൻ, ആവശ്യമുള്ള ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥയിൽ മാൽന്യൂട്രീഷൻ എന്ന കണ്ടീഷനിലേക്ക് എത്തിക്കും. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഓഫൺ അവോയ്ഡ് ആൽക്കഹോളിക്സ് ഡ്യൂ ടു foul smell, the emit, misbehavior and antisocial activities. Thus the whole family feels isolated. ഫ്രണ്ട്സും റിലേറ്റീവ്സും മദ്യപാനിയുടെ സാന്നിധ്യം ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. മദ്യപാനിയെ അവോയ്ഡ് ചെയ്യും. അതുവഴി ഫാമിലി തന്നെ അവോയ്ഡ് ചെയ്യുകയും ഐസൊലേറ്റഡ് ആയിട്ട് മാറുകയും ചെയ്യും. എഫക്ട്സ് ഓൺ സൊസൈറ്റി. Alcoholism is associated with social crimes and erosion of moral inhibitions. ആൽക്കഹോളിസം സോഷ്യൽ ക്രൈം, സാമൂഹ്യപരമായിട്ടുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിന് ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കും. മോറൽ ഇൻഹിബിഷൻസ്, മോറലായിട്ടുള്ള അല്ലെങ്കിൽ നീതിബോധം എന്ന ചിന്ത നഷ്ടപ്പെടുത്തുന്നതിനിടയാക്കും. കറപ്റ്റ് പ്രാക്ടീസസ് ഇൻ ദ സൊസൈറ്റി ആർ directly or indirectly due to drinking, violence, accidents തുടങ്ങിയവ ഉണ്ടാക്കും. കറക്റ്റ് പ്രാക്ടീസസ്, അതായത് കള്ളത്തരങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിന് ആൽക്കഹോളിസം ഇടയാക്കും. അതുപോലെ തന്നെ വയലൻസും ആക്സിഡൻസും, വയലൻസ് ക്രിയേറ്റ് ചെയ്യും, ആക്സിഡൻസുകൾ ഉണ്ടാക്കപ്പെടും. Alcoholism is a disease by WHO in 1964. ആൽക്കഹോളിസം എന്ന് പറയുന്ന അവസ്ഥയെ 1964 തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു രോഗമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ എഫക്ട്സ് ഓൺ ആൽക്കഹോളിസം എന്ന് പറയുന്നത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടുന്ന, അറിയേണ്ടുന്ന ഒരു വിഷയമാണ്. ഇത് നമ്മളുടെ സമൂഹത്തെ, വളർന്നു വരുന്ന തലമുറയെ വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അറിയാം, ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം തന്നെ മദ്യത്തിൻ്റെ കച്ചവടമാണ്. ഗവൺമെൻറ് തന്നെ കച്ചവടത്തിലൂടെ മദ്യത്തിൻ്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നു. വിവിധ തരത്തിൽ, വിവിധ രൂപത്തിൽ ആൾക്കാർക്ക് ആവശ്യം വേണ്ടുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് മദ്യ ഷോപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മദ്യപാനം ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ട് കൂടാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയാം. അപ്പോൾ ഒരു തലത്തിൽ സർക്കാരുകൾ തന്നെ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ തന്നെ മദ്യത്തിൻ്റെ ലഭ്യത കൂട്ടിക്കൊണ്ടുവരികയും അതുമൂലം എവിടെയും മദ്യം ലഭ്യമാകുന്ന ഒരു അവസ്ഥ, നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ എല്ലായിടത്തും പല സ്ഥലങ്ങളിലുമൊക്കെ നമ്മളുടെ സാധാരണ ഷോപ്പുകൾ പോലെ അല്ലെങ്കിൽ സാധാരണ നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന ഷോപ്പുകൾ പോലെ മദ്യ ഷോപ്പുകൾ കാണാൻ കഴിയും. നമ്മുടെ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലും പ്രൈവറ്റായിട്ടും ഒക്കെ ഉണ്ട്. ഇനി അതല്ലാതെ മറ്റ് തരത്തിൽ, അതായത് കഞ്ചാവ് ഒക്കെ ലഭ്യമാകുന്നത് പോലെ മദ്യം വാറ്റി വിൽക്കുക അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള ബിവറേജസ് ഉണ്ടാക്കി നിയന്ത്രണമില്ലാതെ വിൽക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾ ഇത്തരത്തിലെ മദ്യം ഏത് സ്ഥലത്തും എവിടെയും ലഭ്യമാകുന്ന, ഏത് തരത്തിൽ ലഭ്യമാകുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലേക്കാണ് ജീവിക്കാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മദ്യത്തിൻ്റെ ഉപയോഗത്തിൽ എത്തിച്ചേരാൻ എളുപ്പമാണ്. ആ എളുപ്പമുള്ള ഈ അവസ്ഥയിൽ നിന്നും മദ്യ ആസക്തിയിലേക്ക് വീണു പോകാനും എളുപ്പമാണ്, അല്ലെങ്കിൽ വീണു പോകാനുള്ള സാഹചര്യം അനുകൂലമാണ് എന്ന് പറയാം. അപ്പോൾ ഈ അനുകൂല സാഹചര്യത്തെ പ്രതിരോധിച്ചുകൊണ്ട് അതിനെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് മദ്യാസക്തി മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, വ്യക്തമായി ചർച്ച ചെയ്ത് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ഈ പാഠഭാഗം ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.